ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹന്തൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ കപ്പപ്പുട്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തെടുക്കാനെന്നൊക്കെ വിചാരിക്കും. പക്ഷേ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-6 പീസ് കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക. മരച്ചീനി, കപ്പ, കൊള്ളി, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിന് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിൻ്റെ ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. വല്ലാതെ പേസ്റ്റ് രൂപത്തിലാവുമൊന്നും വേണ്ട. നമ്മൾ പുട്ടിനുള്ള തരി പോലെ അത്രയും തരി മാത്രം മതി. ആ ഒരു രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള വെള്ളം വേറായി കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ നീര് കണ്ട് വേറായി കിട്ടും. അത് നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കൈ വെച്ച് പിഴിഞ്ഞെടുക്കുമ്പോഴാണ് അതിലത്തെ നീര് കംപ്ലീറ്റ് ഇങ്ങോട്ട് കിട്ടുന്നത്. അങ്ങനെ എല്ലാതും ഇതുപോലെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്തായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കൊള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് തട്ടിൽ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തട്ടിലും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാതും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ ഇതാ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കുന്ന സമയത്ത് ഇതാ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് പുറത്തെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ എല്ലാ പുട്ടും ഇഡ്ഡലിയുടെ ഷേപ്പിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലി കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ ഒറ്റയടിക്ക് റെഡി ആവുമല്ലോ. അപ്പോൾ ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതുപോലെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ട് പിഴിഞ്ഞെടുത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പന്നെ ഇതുപോലെ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ കാബേജൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പിന്നെ അത് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും. അതല്ലെങ്കിൽ ഇത് നന്നായി ഉണക്കിയതിന് ശേഷം പൊടിച്ചിട്ടും പുട്ടുണ്ടാക്കാൻ പറ്റും. ഇനി ഇത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ചെമ്പിൻ്റെ മൂടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പിന്നെ വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വെതറിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഫുള്ളായിട്ട് ഉണക്കണില്ല. പകുതി ഭാഗം ഫുള്ളായിട്ട് ഉണക്കുന്നുണ്ട്, പകുതിയാണ് ഉണക്കണുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എടുക്കണത്. ഞാൻ 3 ലിഡിലായിട്ടാണ് ഇതിപ്പോൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ പകുതി ഭാഗം ഉണങ്ങിയിട്ടും പകുതി ഉണങ്ങാതെ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു രീതിയിൽ ഉണങ്ങിയിട്ടുള്ള കൊള്ളി വെച്ചിട്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കാൻ നോക്കാം.
വീണ്ടും മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി ഉണങ്ങിയിട്ടുള്ള ഈ കൊള്ളി ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മളിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. ഇതിലുള്ള ഒരു വെള്ള നനവിൽ തന്നെയാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ പുട്ടിന് വേണ്ട തരിയിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. എല്ലാതും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാ പുട്ടുണ്ടാക്കണ പോലെ സാധാ പുട്ടും കുറ്റിയിൽ വെച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് ആവിയേറ്റി എടുത്തിട്ടുള്ളതാണിത്. ഇത് നമ്മൾ അരിപ്പൊടി ഒന്നും ആഡ് ചെയ്യാതെ തന്നെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ആവിയേറ്റി എടുക്കാം. നേരത്തെ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കൊള്ളി ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീട്ടിൽ കപ്പൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. മീൻകറിയുടെ ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.